ഇന്നുണ്ടല്ലോ ഉച്ചയ്ക്ക് ഒരു അസല് ചിക്കൻ ബിരിയാണിയായിരുന്നു. ബിരിയാണിയൊക്കെ കഴിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് വൈകുന്നേരം കുളിച്ചൊരുങ്ങി ഒരിടം വരെ പോയാലോ എന്ന് ആലോചിച്ചത്. ഇവിടെ വൈകുന്നേരം 5:30 ആയാലും നട്ട വെയിലാണ് കേട്ടോ. ഇപ്പോൾ കൂടെ മിസ്റ്റർ കാര്യത്തിൻ്റെ ഒരു ഫ്രണ്ട് ഫാമിലിയും ഉണ്ട് കേട്ടോ. അവർ നമ്മളെ ജോയിൻ ചെയ്യും. നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? ശ്രീരംഗവും അങ്കോർവാട്ടും ഒക്കെ കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ 3ാമത്തെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രം നമ്മുടെ ന്യൂജേഴ്സിയിലാണ് കേട്ടോ. 18th സെഞ്ച്വറിയിൽ ജീവിച്ചിരുന്ന ലോർഡ് സ്വാമിനാരായൺ പരബ്രഹ്മത്തിൻ്റെ ഇൻകാർണേഷൻ ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ലോർഡ് സ്വാമിനാരായൺ അക്ഷർധാം എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. 183 ഏക്കറോളം വരുന്ന ഇവിടെ 191 അടി ഉയരത്തിൽ 1.9 മില്യൺ ഹാൻഡ് ക്രാഫ്റ്റ് സ്റ്റോൺസ് അല്ലെങ്കിൽ കൊത്തുപണികളാണ് ഈ ശിലയിലുള്ളത്. സരയൂ നദീനെ റിസംബിൾ ചെയ്തുകൊണ്ട് ഒരു വലിയ പോണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. ചുറ്റും കുറേ പൂക്കളും നല്ല ഭംഗിയുള്ള കുറേ കുഞ്ഞു കുഞ്ഞു ശിലകളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കേട്ടോ ഇത് കാണാൻ. ഒരു മെജസ്റ്റിക് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ കാണുന്നതിനേക്കാട്ടിലും അപ്പുറം ഇങ്ങനെയുള്ള ഡിവൈൻ പ്രസൻസ് ഉള്ള സ്ഥലങ്ങൾ, അത് അമ്പലമായാലും പള്ളിയായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു ഭക്തിയെക്കാട്ടിലുപരി ഭയങ്കര ഒരു സമാധാനമാണ് എനിക്ക് എപ്പോഴും കിട്ടാറ്. എന്തായാലും ഇന്നിങ്ങനെ ഇവിടെ വന്നിരിക്കുമ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ ആ ഒരു ഭംഗിയും എല്ലാം എനിക്കിങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഇരുട്ടി വരുമ്പോഴാണ് കേട്ടോ ഇവിടെ കൂടുതൽ ഭംഗി. ആ ഒരു ലൈറ്റിനിങ് എല്ലാം കാണുമ്പോൾ തന്നെ ഏതോ ഒരു കൊട്ടാരത്തിൽ വന്ന പോലെയാണ്. അകത്ത് നമ്മുടെ ദൈവങ്ങളുടെ പ്രതിഷ്ഠയും സ്വാമിനാരായണൻ്റെ ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും നിങ്ങളെ കാണിക്കാൻ നിവർത്തിയില്ല. എന്തായാലും 10-12 വർഷം നീണ്ട ഒരു യാത്രയുടെ കുറേ വോൾസിൽ ഇങ്ങനെ ഡെപ്പിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ ഇത്രയും ഒരു എഫേർട്ട് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഒരു നൈറ്റ് വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചാണ് കേട്ടോ ഇവിടുന്ന് മടങ്ങിയത്. അതിനുശേഷം നമ്മുടെ മാവേലിക്കരക്കാരൻ്റെ കൊച്ചിൻ റെസ്റ്റോറൻറ്റിൽ പോയി നല്ല അടിപൊളി ഫുഡും കഴിച്ച് ഞങ്ങൾ യാത്രയാവാണ് കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം.